ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൂയിസ് വിറ്റൺ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് അൾട്രാ ലക്ഷറി ബാഗ് അപ്പാരൽസ് ബ്രാൻഡിനെ കുറിച്ചാണ്. ഇവരുടെ ഏറ്റവും ചീപ്പസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തന്നെ എബൌട്ട് 10,000 റുപ്പീസാണ്. അതായത് ഇവരുടെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സിൻ്റെ വില നോക്കുകയാണെങ്കിൽ തന്നെയാണ് ഈ ഒരു 10,000 എന്ന് പറയുന്നത്. അതുപോലെ ഇവരുടെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, അതായത് ഒരു ബാഗ്, ആ ഒരു ബാഗിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.22 crore റുപ്പീസാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, 1 കോടി രൂപയിലധികമാണ് അവരുടെ ഒരു ബാഗ്. അതായത് ഏറ്റവും എക്സ്പെൻസീവായ അവരുടെ ബാഗ് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ. ഇത്തരത്തിൽ ഒരു ബാഗിന് 1.22 crore റുപ്പീസ് ചാർജ് ചെയ്യുന്ന ലൂയിസ് വിറ്റൺ എന്ന് പറയുന്ന ഈ ലക്ഷറിയസ് ബ്രാൻഡിൻ്റെ സ്ഥാപകൻ തൻ്റെ 13ാമത്തെ വയസ്സിൽ തനിക്ക് കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാതെ ഫ്രാൻസിലെ ഒരു കാടിൽ വെറും ഒരു പുതപ്പ് മാത്രം പുതച്ചിട്ട് മഴയത്തും വെയിലത്തും ഒക്കെ അവിടെ തന്നെ സർവൈവ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇദ്ദേഹത്തിൻ്റെ പേരാണ് ലൂയിസ് വിറ്റൺ. ഈ ഒരു വ്യക്തിയാണ് ഇല്ലാതിരുന്ന ഒരു ഇൻഡസ്ട്രിയെ തന്നെ പുതുതായി ഉണ്ടാക്കിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഒരുപാട് കാര്യങ്ങൾ നോക്കും അല്ലേ. അതായത് നമ്മളതിൻ്റെ പ്രൈസ് ടാഗ് നോക്കും, അതേത് ബ്രാൻഡാണെന്ന് നോക്കും, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കും. എന്നാൽ ഇതൊക്കെ ആരംഭിച്ചത്, അതായത് ഈ ഒരു സിസ്റ്റത്തിലേക്കൊക്കെ നമ്മളെ എത്തിച്ചത് ഇദ്ദേഹമാണ്. സോ എങ്ങനെയാണ് ഒന്നുമില്ലാതിരുന്നൊരു വ്യക്തി, അതായത് തൻ്റെ 13ാമത്തെ വയസ്സിൽ കിടക്കാൻ സ്ഥലം പോലും ഇല്ലാതിരുന്ന ആ ഒരു വ്യക്തി എങ്ങനെയാണ് 1.5 കോടി രൂപയ്ക്ക് ബാഗ് വിൽക്കുന്ന ഒരു കമ്പനി ഉണ്ടാക്കിയത് എന്നുള്ള സ്റ്റോറിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഒരുപാട് മോട്ടിവേഷണൽ സ്റ്റോറീസ് കേട്ടിട്ടുണ്ടാവും. അതിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺ ആയിട്ട് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരും, അദ്ദേഹം ആ ഒരു പ്രശ്നം തരണം ചെയ്ത് മുന്നോട്ട് വരും, ലൈഫിൽ രക്ഷപ്പെടും എന്നുള്ളതാണ്. എന്നാൽ ലൂയിസ് വിറ്റൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ലൈഫിലൊരു പ്രശ്നം വരുന്നു, അദ്ദേഹം അത് തരണം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നു, അടുത്ത പ്രശ്നം വരുന്നു, പരിശ്രമിക്കുന്നു, അടുത്ത പ്രശ്നം വരുന്നു, പരിശ്രമിക്കുന്നു. ഈ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജേർണി പോയിക്കൊണ്ടിരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ഒരു പോരാട്ടം തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള പരാജയങ്ങളിലെല്ലാം അദ്ദേഹം തളരാതെ ഫൈറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും തൻ്റെ ജീവൻ കൊടുത്തും ഈ ഒരു ബ്രാൻഡിനെ ഉയരത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ അദ്ദേഹം പോരാടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു സക്സസ്സിലേക്ക് അതിനെ എത്തിച്ചത്. ഇന്ന് ലോകത്തിലെ തന്നെ റിച്ചസ്റ്റ് ബ്രാൻഡുകളിൽ ഒന്നാക്കി അദ്ദേഹം ഈ ഒരു ലൂയിസ് വിറ്റണിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ അത്രയും വലിയൊരു എഫേർട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിലേക്ക് കിടക്കാം. ലൂയിസ് വിറ്റൺ ജനിക്കുന്നത് 4 ഓഗസ്റ്റ് 1821 ഫ്രാൻസിൽ വെച്ചാണ്. ഇദ്ദേഹം ജനിച്ച് ഇദ്ദേഹത്തിനൊരു 10 വയസ്സാവുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുകയാണ്. ഈ ഒരു സ്റ്റോറി നമ്മൾ പറയുന്നത് 1821 കഥയാണ്. ഏകദേശം 200 വർഷം മുന്നേയുള്ള സ്റ്റോറിയാണ് നമ്മൾ പറയുന്നത്. സോ അതുകൊണ്ട് ആ ഒരു സെൻസിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമതൊരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം രണ്ടാമത് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂരയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അവരാണെങ്കിൽ നമ്മളുടെ ലൂയിസ് വിറ്റണിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും ഭയങ്കര ക്രൂരമായിട്ട് അവൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുകയും വീട്ടിലെ എല്ലാ ജോലിയും അവനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ തൻ്റെ 10ാമത്തെ വയസ്സിൽ തന്നെ അവൻ അവിടെ വയലിൽ പണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട്, അതായത് തൻ്റെ 10ാമത്തെ വയസ്സിലാണെന്ന് ഓർക്കണം, അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിന് ശേഷം വീട്ടിലെയും എല്ലാ പണിയും ചെയ്യിപ്പിക്കുകയും വളരെ ക്രൂരമായിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെ ഈ രീതിയിൽ ക്രൂരമായിട്ടുള്ള പീഡനം സഹിക്കവയ്യാതെ തൻ്റെ 13ാമത്തെ വയസ്സിൽ അദ്ദേഹം ആ ഒരു ഗ്രാമത്തിൽ വിട്ട് ഓടിപ്പോവുകയാണ്. എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം പാരീസിലേക്കാണ് പോകുന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കാടുകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ഒക്കെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് വരുന്ന കാളവണ്ടികൾക്കൊക്കെ ലിഫ്റ്റ് ചോദിച്ച് ആ രീതിയിലൊക്കെയായിരുന്നു അദ്ദേഹം പാരീസിലേക്ക് എത്തുന്നത്. അങ്ങനെ അദ്ദേഹം പാരീസിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുകളെ അദ്ദേഹം കാണാനിടയായി. അതായത് ഈ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്, അതുപോലെ ഈ ലെതർ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്, അതായത് ചെരുപ്പ്, ബാഗ്, അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്, അത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ അദ്ദേഹം കാണാനിടയായി. അങ്ങനെ ഈ ജോലിക്കാരുള്ള ഈ ഒരു ഏരിയയിലേക്ക് അദ്ദേഹം എത്തിയ സമയത്ത് അവിടെ ഒരു വ്യക്തി അദ്ദേഹത്തിനെ അവിടുത്തെ അപ്രൻറ്റീസായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് ശമ്പളമൊന്നും ഉണ്ടാവില്ല, പക്ഷേ 3 സമയത്ത് ഭക്ഷണം തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും അദ്ദേഹത്തെ അവിടെ ജോലിക്ക് എടുത്തിട്ടുണ്ടാവുക.
അതുപോലെ നിനക്ക് ഉറങ്ങാനൊന്നും ഇവിടെ സ്ഥലം തരില്ല, അതിന് വേണമെങ്കിൽ നീ വേറെ സ്ഥലം നോക്കിക്കോളൂ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലൂയിസ് വിറ്റൺ വേറെ വഴിയില്ലാതെ അവിടെ ജോലിക്ക് ചേരുകയാണ്. അപ്പോൾ വേറെ വഴിയില്ലാതെ ജോലിക്ക് ചേരുക എന്നുള്ളത് മാത്രമല്ലാതെ ഇവരെന്താണ് ചെയ്യുന്നത് അത് നമുക്ക് പഠിക്കാലോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ കൂടിയാണ് അദ്ദേഹം അവിടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ജോലിക്ക് ചേർന്നതിന് ശേഷം അദ്ദേഹം പതിയെ ആ ഒരു ആർട്ട് പഠിക്കാൻ തുടങ്ങി. അതായത് ഒരു ബാഗ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ അദ്ദേഹം പഠിക്കുകയായിരുന്നു. കാരണം അവിടെയുള്ള വ്യക്തി അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ബാഗ് ഉണ്ടാക്കുന്ന ആ ഒരു കഴിവ് ആർജിച്ചെടുക്കുകയും അദ്ദേഹം കറക്റ്റായിട്ട് ആ ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഓണർ ഇവൻ ഒരുപാട് വർക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ബാഗുകൾ ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാരീസിലെ ക്യൂവിന് ഇതിലൊരു ബാഗ് കാണാനിടയായത്. അങ്ങനെ ഈ ബാഗൊക്കെ ആരാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കിയത് എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഈ കടക്കാരനെ അവിടേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ ഇദ്ദേഹമല്ല എക്സാക്ട്ലി ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കുകയും ലൂയിസ് വിറ്റൺ എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ലൂയിസ് വിറ്റണിനെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലൂയിസ് വിറ്റനെ ആ ക്യൂവിൻ്റെ പേഴ്സണൽ ബാഗ് മേക്കറായിട്ട് ഒരു പദവി കൊടുക്കുകയാണ്. അങ്ങനെ ഫ്രഞ്ച് റാണിയുടെ ബാഗ് മേക്കർ ആയിട്ടുള്ള ഒരു പദവി പെട്ടെന്ന് തന്നെ ലൂയിസ് വിറ്റണ് ലഭിക്കുകയാണ്. ഇതൊരു ഭാഗ്യത്തിൻ്റെ പുറത്ത് കിട്ടിയതാണ് എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ അതിൻ്റെ പിന്നിൽ അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്ട് നമ്മൾ കാണാതെ പോകരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 രൂപ പോലും പ്രതിഫലം കിട്ടാതെ 3 നേരം ഭക്ഷണം മാത്രം കിട്ടുന്ന സമയത്ത് അദ്ദേഹം കഠിനമായിട്ട് അവിടെ പരിശ്രമിച്ചിരുന്നു. എങ്ങനെയെങ്കിലും തനിക്ക് ഈ സ്കില്ല് പഠിക്കണം എന്നുള്ള ഒരു തോട്ടിൽ അദ്ദേഹം കഠിനമായിട്ട് പരിശ്രമിക്കുകയും അത് പഠിക്കുകയും അതിൽ എക്സ്പേർട്ട് ആവുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഇത്രയും അവസരം ലഭിച്ചത്. അങ്ങനെ അദ്ദേഹം ക്യൂനിൻ്റെ ബാഗ് മേക്കറായിട്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തോട്ട് വരുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ വർക്കിൽ അത്യാവശ്യം എക്സ്പേർട്ടുമായി, പിന്നെ എന്തുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തുകൂടാ? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്? അങ്ങനെ എന്തുകൊണ്ട് തനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ആരംഭിച്ചുകൂടാ എന്നുള്ളൊരു തോട്ടിലാണ് അദ്ദേഹം ലൂയി വിറ്റൺ എന്ന് പറയുന്ന ബ്രാൻഡ് ആരംഭിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെയായിരുന്നു പാരീസിൽ ഫസ്റ്റായിട്ട് ട്രെയിൻ ട്രാക്ക് വരുന്നത്. അപ്പോൾ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലക്ഷറിയസ് ആയിരുന്നു. അതായത് ഒരുപാട് പൈസയുള്ളവർക്ക് മാത്രം ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നുള്ള രീതിയിലായിരുന്നു ട്രെയിനൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിൾ ആണ്, ഏറ്റവും കൂടുതൽ സാധാരണക്കാർ യാത്ര ചെയ്യുന്നതാണ്. ബട്ട് ആ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. കാരണം ആ ഒരു സമയത്താണ് ട്രെയിൻ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആൻഡ് ലക്ഷറി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആളുകൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർ ഓരോ രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ കരകൗശല വസ്തുക്കളും ആർട്ടുകളും ഒക്കെ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാഗ് ആവശ്യമായിരുന്നു, വലിയ ബാഗുകൾ ആവശ്യമായിരുന്നു. അപ്പോൾ നോർമലി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാഗിലൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അതായത് സ്യൂട്ട് കേസിലൊക്കെ തന്നെ മേലെ ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ബെൻഡ് എന്തിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ഇങ്ങനെ താഴേക്ക് ഊർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ബെൻഡാവുന്ന സമയത്ത് അവിടെ തങ്ങി നിൽക്കില്ലല്ലോ, അതിങ്ങനെ താഴേക്ക് ഊർന്നു പോകുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടത് പ്രോപ്പർ റെക്റ്റാങ്കിൾ ആയിരുന്നില്ല, മേലെ ഇങ്ങനെ ബെൻഡുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും അതിലൊരു പ്രശ്നം ലൂയി വിറ്റൺ കണ്ടുപിടിക്കുകയാണ്. അതായത് അദ്ദേഹം പറയുന്നു വെള്ളം വീഴില്ല എന്നുള്ളതൊക്കെ ഓക്കെ, പക്ഷേ ഇത് സ്റ്റോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബാഗുകൾ ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ടാവും. പക്ഷേ ആ ഒരു സമയത്ത് ഒരു ബാഗിൻ്റെ മേലെ മറ്റൊരു ബാഗ് കയറ്റി വെച്ച് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കാറില്ല ഈ തരത്തിലുള്ള ബാഗുകൾ. അതുകൊണ്ട് തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബാഗ് ലൂയിസ് വിറ്റൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ പുതിയ ഈ ഒരു ഇന്നോവേഷൻ അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് അത് ക്ലിക്കായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ ബാഗ് നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തുന്നത്. ഈ ലഗേജൊക്കെ എടുത്തു വെക്കുന്ന വ്യക്തികളൊക്കെ ബാഗ് റെക്റ്റാങ്കിൾ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഈ ഒരു ബാഗിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്യൂട്ട് കേസൊക്കെ ഇന്നോവേറ്റ് ചെയ്തത് ശരിക്കും നമ്മളുടെ ലൂയിസ് വിറ്റൺ ആണ്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ബാഗുകളിലൊക്കെ വെറും സിബ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബാഗിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക, അതിലുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം കണ്ടെത്തിയിട്ട് അദ്ദേഹം അവിടെയും ഒരു ഇന്നോവേഷൻ കൊണ്ടുവരികയാണ്. അതായത് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോക്കുകൾ ബാഗിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് നമ്മളുടെയൊക്കെ വീട്ടിൽ പഴയ സ്യൂട്ട് കേസൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിലൊക്കെ ഭയങ്കര കട്ടിയുള്ള മെറ്റാലിക് ആയിട്ടുള്ള ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളുടെ ലൂയിസ് വിറ്റൺ ആണ്.
അങ്ങനെ ഈ രീതിയിലുള്ള പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് പതിയെ പതിയെ ഹിറ്റാവാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഇതാണ് റൈറ്റ് ടൈം, നമ്മൾ നമ്മുടെ ബ്രാൻഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് മനസ്സിലാക്കി അദ്ദേഹം കുറേ പൈസ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ച് അദ്ദേഹം ഒരുപാട് ഷോപ്പുകൾ തുറക്കുന്നു. അങ്ങനെ അതോടുകൂടി നമ്മളുടെ ലൂയിസ് വിറ്റൺ സക്സസ് ആയി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ് നടക്കുന്നത്. അതായത് ഫ്രാൻസിൽ ആ ഒരു സമയത്താണ് വലിയൊരു യുദ്ധം നടക്കുന്നത്. നമ്മുടെ ലൂയിസ് വിറ്റൺ വീണ്ടും തെരുവിലേക്ക് തള്ളപ്പെടുകയാണ്. അങ്ങനെ കുറച്ച് നാളുകളിലേക്ക് യുദ്ധം കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമൊക്കെ ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും വഴിയില്ലാതെ സാധാരണ ആളുകളോടൊപ്പം അദ്ദേഹം അവിടെ ക്യാമ്പിലൊക്കെ ഇങ്ങനെ സേഫായിട്ട് നമ്മൾ മാറ്റുന്ന ക്യാമ്പുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ട് ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ ആ ഒരു യുദ്ധത്തിനൊക്കെ ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഗ്രാമത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടെല്ലാം നശിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കടയിൽ യാതൊരു സാധനങ്ങളും ഇല്ല, എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നുമില്ലാതെ അദ്ദേഹം വീണ്ടും ബിഗ് സീറോയിലേക്ക് എത്തുകയാണ്. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് ഈ ഒരു രീതിയിലായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മനസ്സ് തകർന്നില്ല. സാധാരണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരുപാട് കഷ്ടപ്പാടുകൾ പെട്ട് നമ്മളൊരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ നിന്നും നമ്മൾക്ക് ഒരുപാട് കഷ്ടതകൾ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, ഇനിയും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഗിവപ്പ് ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ലൂയിസ് വിറ്റൻ്റെ ജീവിതം ശരിക്കും നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കണം. അതായത് ജീവിതത്തിൽ അത്രയും കഷ്ടതകൾ സഹിച്ച് അദ്ദേഹം ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടും വീണ്ടും അദ്ദേഹത്തിന് ബിഗ് സീറോയിലേക്ക് പോയി ഇനിയും സീറോയിൽ നിന്ന് തുടങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. ആ ഒരു സമയത്ത് പോലും ചങ്കുറപ്പോട് കൂടി തന്നിൽ വിശ്വസിച്ച് തൻ്റെ കഴിവുകളിൽ വിശ്വസിച്ച് അദ്ദേഹം നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം നെക്സ്റ്റായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുകയാണ്. തൻ്റെ അടുത്ത് എന്തെങ്കിലും സേവിങ്സ് ബാക്കിയുണ്ടോ എന്ന് അദ്ദേഹം നോക്കുകയാണ്. കയ്യിലുള്ളതെല്ലാം കുറച്ചൊക്കെ കൂട്ടി വെച്ചിട്ട് അദ്ദേഹം പാരീസിലെ അപ് ടൗൺ ലൊക്കേഷനിൽ വലിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആളുകളെ സംബന്ധിച്ചിട്ട് യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തും പൈസയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ആരും പൈസ കൊടുത്തൊരു സാധനം ആവശ്യമില്ലാതെ വാങ്ങില്ല. ആ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ പോകുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് എന്ന് ഓർക്കണം. അങ്ങനെ അദ്ദേഹം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ലൂയിസ് വിറ്റൺ എന്ന് പറയുന്ന ബ്രാൻഡ് ഇത്തവണ ഗ്ലോബൽ ലെവലിൽ തന്നെ ഹിറ്റാവുകയാണ്. അങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആരൊക്കെ പാരീസിലേക്ക് വരുന്നോ അവരെല്ലാവരും ഈ ഒരു ലൂയിസ് വിറ്റൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബാഗ് വാങ്ങുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണാൻ തുടങ്ങി. അദ്ദേഹം ആദ്യം ഫ്രഞ്ച് ക്യൂനിൻ്റെ ബാഗ് മേക്കർ ആയിരുന്നു. അങ്ങനെ പിന്നീട് വരുന്ന സമയത്ത് ഫ്രഞ്ച് ക്യൂനിൻ്റെ മാത്രമല്ലാതെ സ്പെയിൻ ആയിക്കോട്ടെ അങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളിലെ ക്യൂനിൻ്റെ ബാഗ് മേക്കർ അദ്ദേഹമായിരുന്നു. ആ ഒരു സമയത്ത് പേഴ്സ് എന്ന് പറയുന്ന കാര്യത്തെ കുറച്ചുകൂടി ഫാൻസി ആക്കിയതും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ബാഗിൻ്റെ സ്റ്റൈലുകൾ ഉണ്ടാക്കിയതും ഒക്കെ ലൂയിസ് വിറ്റൺ ആണ്. അതായത് നമുക്കറിയാം ഇന്ന് സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ അടുത്ത് ഒരുപാട് ബാഗുകൾ ഉണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ഡിഫറെൻറ്റ് ഡിസൈൻസിൽ അവരിടുന്ന ഡ്രസ്സിന് ചേരുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടാക്കിയത്, അതായത് ബാഗ് എന്ന് പറയുന്ന സമയത്ത് വെറുതെ സാധനങ്ങൾ ക്യാരി ചെയ്യാനുള്ളൊരു സാധനം എന്നതിലപ്പുറത്തേക്ക് കുറച്ചും കൂടി ഫാൻസി ആക്കിയത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്റ്റൈലിഷ് ആക്കിയത് ലൂയിസ് വിറ്റൺ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാഗുകളിലും അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിലൊക്കെ തന്നെ LV എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ലൂയിസ് വിറ്റൻ്റെ ഒരു ബ്രാൻഡിങ്. അപ്പോൾ ഇത് നമുക്ക് കേൾക്കുന്ന സമയത്ത് അതൊരു പുതിയ കാര്യമായിട്ട് തോന്നില്ല. കാരണം ഇന്ന് നമ്മൾ മേടിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിലും അവരുടേതായിട്ടുള്ള ബ്രാൻഡിങ് അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ 200 വർഷങ്ങൾക്ക് മുമ്പ് ആ രീതിയിലായിരുന്നില്ല. ഓരോ കസ്റ്റമറുടെയും പേരായിരുന്നു ബാഗിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, ചിലപ്പോൾ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളുടെ പെൻസിലിലും ബോക്സിലും ഒക്കെ നമ്മൾ നമ്മുടെ പേരൊക്കെ എഴുതി വെക്കും, ഇത് മാറിപ്പോവാതിരിക്കാനും നമ്മളുടെ ആണെന്ന് കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അതുപോലെ ആളുകൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ പേരായിരുന്നു അതിൽ എഴുതുന്നുണ്ടായിരുന്നത്. എന്നാൽ ആദ്യമായിട്ട് ലൂയിസ് വിറ്റൺ LV എന്ന് പറയുന്ന ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തൻ്റെ എല്ലാ പ്രൊഡക്ട്സിലും എല്ലാ ബാഗിലും LV എന്ന് പറയുന്ന ബ്രാൻഡിങ് കൊടുക്കാൻ തുടങ്ങിയതിൽ പിന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ബ്രാൻഡുകളും അവരുടെ ബ്രാൻഡിങ് അവരുടെ പ്രൊഡക്റ്റിൽ കൊടുക്കാൻ തുടങ്ങിയത്. സോ ഈ രീതിയിലുള്ളൊരു റെവല്യൂഷൻ സൃഷ്ടിച്ചത് നമ്മളുടെ ലൂയിസ് വിറ്റൺ ആണ്. ആ ഒരു സമയത്ത് നടന്നിരുന്ന മറ്റൊരു കാര്യമാണ്, ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ ചെന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ ഒരേ ഒരു പ്രൊഡക്റ്റ് തന്നെ ഒരാൾക്ക് 1000 രൂപയ്ക്ക് കിട്ടുമായിരിക്കും, ഒരാൾക്ക് 2000 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. ആ രീതിയിലൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെയും നെഗോഷിയേഷൻ സ്കിൽ അനുസരിച്ചായിരുന്നു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിരുന്നത്.
എന്നാൽ ലൂയിസ് വിറ്റൺ ആണ് ആദ്യമായിട്ട് പ്രൈസ് ടാഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കേൾക്കുമ്പോൾ തന്നെ അതിശയമായിട്ടുണ്ടല്ലേ. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിലും തന്നെ പ്രൈസ് ടാഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടായിരുന്ന തല എന്ന് പറയുന്നത് നമ്മളുടെ ലൂയിസ് വിറ്റൺ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ലൂയിസ് വിറ്റൺ എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾക്ക്, ഒരുപാട് റെവല്യൂഷൻസിന് തുടക്കം കുറിച്ച ഒരു ബ്രാൻഡാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ ഒരു ബ്രാൻഡ് വളരാൻ തുടങ്ങി. ഒരുപാട് ലക്ഷറിയസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ലൂയിസ് വിറ്റൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രാൻഡ് അദ്ദേഹത്തിൻ്റെ തലമുറകൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി തുടങ്ങി. സോ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് ഒരുപാടധികം കഷ്ടതകളിലൂടെ കടന്നുപോയി ലൂയിസ് വിറ്റൺ തൻ്റെ ബ്രാൻഡിനെ ഈ ഒരു ലോകത്തിന് തന്നെ വലിയ വലിയ റെവല്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു ബ്രാൻഡായി മാറ്റി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോഴും അതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. അതിപ്പോഴും ഒരു നിഗൂഢമായൊരു കാര്യമായിട്ട് നിൽക്കുകയാണ്. ലൂയിസ് വിറ്റൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ലൂയിസ് വിറ്റൺ എന്ന ആ ഒരു ബ്രാൻഡിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യവും നമ്മളുടെ ലൂയിസ് വിറ്റൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നിഗൂഢമായ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോഴും കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. സോ 70 വർഷം ലൂയിസ് വിറ്റൺ ജീവിച്ച തൻ്റെ ജീവിതം എന്ന് പറയുന്നത് സക്സസ് ആവും, ഫെയിലിയർ ആവും, പിന്നീടും സക്സസ് ആവും, പിന്നീടും ഫെയിലിയർ ആവും. ഈ രീതിയിലായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഫെയിലിയറിന് ശേഷം അദ്ദേഹം സക്സസ് ആയി. അതിനുശേഷം ഒരു വലിയൊരു ഫെയിലിയർ വന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള സക്സസ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഈ ഒരു വീഡിയോയുടെ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു പരാജയമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സക്സസ് നിങ്ങൾ മിസ് ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഡോണ്ട് വെറി. നിങ്ങൾ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പത്തെ സക്സസിനേക്കാൾ 10 മടങ്ങ് അധികമായിരിക്കും ഈ ഒരു ഫെയിലിയറിന് ശേഷം നിങ്ങൾ നേടിയെടുക്കുന്ന സക്സസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡോണ്ട് ഗിവ് അപ്പ്. നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ നിങ്ങളുടെ വിജയം നേടിയെടുക്കുന്നത് വരെ നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ആ വിജയത്തിന് ശേഷവും നിങ്ങൾക്ക് പരാജയം വരാം. പക്ഷേ അവിടെയൊന്നും തളർന്നു പോകരുത്. മനക്കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ് ജീവിതം ഒരു പോരാട്ടമാണെന്ന്. സോ പോരാടാൻ തയ്യാറാവുക. ചങ്കൂറ്റത്തോടുകൂടി പരാജയങ്ങളിൽ നെഞ്ചുവിരിച്ച് നിന്ന് പോരാടുന്ന പോരാളികൾക്ക് മാത്രമുള്ളതാണ് ജീവിത വിജയം എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൂയിസ് വിറ്റൻ്റെ ജീവിതം നിങ്ങളെ ഇൻസ്പയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും നമ്മളുടെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.